അപ്പോൾ നമസ്കാരം. തമിഴ്നാട്ടിലാണുള്ളത്. തമിഴ്നാട്ടിലെ മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ കൂത്താവൂർ ബ്രിഡ്ജിൻ്റെ മീറ്റാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മളെ കേരളത്തിൻ്റെ ക്യാപിറ്റലായ തിരുവനന്തപുരത്തേക്ക് ഒരു യാത്രയാണ്. ട്രിവാൻഡ്രത്തേക്ക് ഞാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് വെച്ചെങ്കിൽ ചെന്നൈ എഗ്മോറിന് ഗുരുവായൂരിലേക്ക് പോകുന്ന ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ഇല്ലേ, ആ ഒരു വണ്ടിക്കാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. മധുരൈ ജംഗ്ഷൻ്റെ ഇങ്ങേയറ്റത്താണ് പ്ലാറ്റ്ഫോം 7. ഇവിടെ കുറേ ആൽക്കോ ലോക്കോമോട്ടീവ് ഉണ്ട്, കുറേ ഡീസൽ ലോക്കോമോട്ടീവ് ഉണ്ട്. ആൽക്കോ ലോക്കോമോട്ടീവും EMD ലോക്കോമോട്ടീവും ഒക്കെ ഉണ്ട്. രാവിലെ കണ്ട അതേപോലെ തന്നെ ഉണ്ട് ഇവിടെയൊക്കെ. ഇവിടെ നിന്ന് വണ്ടിയൊന്നും അങ്ങനെ വരാറില്ല. ഏയിലൊന്നും ഒരു വണ്ടി വന്നിട്ട് കാണില്ല ഇതുവരെ. ഈ ഒരു ഭാഗത്തെ കാഴ്ച എങ്ങനെയാണ്? നല്ല മരങ്ങളുണ്ട് ഇവിടെയൊക്കെ, നല്ല മരങ്ങളാണ്. ഫുൾ അടിപൊളിയാണ് ഇവിടെയൊക്കെ. നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ മറ്റേ പാലക്കാടിലേക്ക് വന്ന അമൃത എക്സ്പ്രസ് ഇല്ല, പാലക്കാടിലേക്കല്ല, ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്ന അമൃത എക്സ്പ്രസ് ഉണ്ടായിന് കുറച്ച് നേരത്തെ 4:10. അതായത് മറ്റേ പളനി, മറ്റേ പൊള്ളാച്ചി ആ വഴി പോകുന്ന വണ്ടിയില്ലേ, അതിൽ കയറിയിട്ട് അമൃത എക്സ്പ്രസ്, അതിൽ കയറിയിട്ട് പാലക്കാട് ഇറങ്ങിയിട്ട് പാലക്കാട് 8:30 എത്തും. അവിടെ നിന്ന് വെസ്കോ സൂപ്പർ ഫാസ്റ്റിന് കയറിയിട്ട് നാട്ടിലേക്ക് പോകാനേലും. പക്ഷെ ഞാനത് ചൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിന് കയറി തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ നിന്ന് രാവിലെ പരശുരാമിൻ്റെ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അടുത്ത സമയം കാണാവുന്ന പരശുരാമൻ്റെ ഇവിടെ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു വണ്ടിയിൽ മുമ്പ് ഒരിക്കൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വെച്ചെങ്കിൽ ഏതാണ്ട് ഒരു കൊല്ലമായിട്ടുണ്ടാവും. തിരുനെൽവേലിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ തന്നെ. നല്ലൊരു വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ചൂസ് ചെയ്ത് സ്ലീപ്പർ ബുക്ക് ചെയ്തെടുത്ത് വെച്ചു. ഇപ്പോൾ നല്ല മഴക്കാർ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളെ വണ്ടി ഉള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 2 പുറപ്പെട്ടില്ലേ, ടൈം ആയിട്ടില്ല, 5:40. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങേറ്റത്തുള്ളതാണ്. അപ്പം ഇവിടെ മധുരൈ ജംഗ്ഷൻ വരാനുള്ള കാരണം പറയാം. ഇവിടുന്ന് 4 ലൈനുകളാണ് തിരിഞ്ഞു പോകുന്നുള്ളത്. അതിലൊരു ലൈൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ലൈൻ കണ്ട, അത് നേരെ ഡിണ്ടിഗൽ ജംഗ്ഷൻ വഴി നേരെ ചെന്നൈയിലേക്ക് പോകുന്ന വഴിയാണ്. ചെന്നൈയിലേക്ക് മാത്രമല്ല, തിരുച്ചിറപ്പള്ളി അവിടത്തേക്കല്ല പോകുക. അത് ഡിണ്ടിഗലിന് ഡൈവേർട്ട് ചെയ്ത് പോകും. അപ്പോൾ ഡിണ്ടിഗൽ ഭാഗത്തേക്ക് പോകുന്ന ലൈനാണിത്. അതായത് ഇപ്പം നമ്മളെ വണ്ടി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വണ്ടി ഇപ്പോൾ ചെന്നൈ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് അവിടെ നിന്ന് വരും. പിന്നെ അതുപോലെ തന്നെ പിന്നെയുള്ള റൂട്ടുകളെല്ലാം ഉള്ളത് ഇപ്പുറത്താണ്. അത് ഞാൻ കാണിച്ചു തരാം. അത് ഇവിടെ നിന്ന് കാണുമെന്നറിയില്ല, നോക്കിയെങ്കിൽ ഇവിടെ ഒരു EMD കിടക്കുന്നുണ്ട്. ഇനി എക്സ്ട്രീം ലെഫ്റ്റിൽ, ഈ ലെഫ്റ്റിൽ കാണുന്ന ഒരു EMD. ആ EMD പോകുന്ന ട്രാക്ക് നേരെ ലെഫ്റ്റിലേക്ക് പോകും. അത് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് രാമനാഥപുരത്തേക്കുള്ള ലൈൻ കിട്ടും. പിന്നെ റൈറ്റിലേക്ക് 2 ട്രാക്ക് ഉണ്ട്. എക്സ്ട്രീം റൈറ്റിലുള്ള ട്രാക്ക് ബോഡി നായകനറിലേക്കും, മറ്റേത് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന വിരുദുനഗർ. അതായത് ഫസ്റ്റ് റൈറ്റ് ട്രാക്ക് നേരെ വിരുദുനഗർ തിരുനെൽവേലി ആ ഭാഗത്തേക്ക് പോകും. എക്സ്ട്രീം റൈറ്റിലുള്ള ട്രാക്ക് നേരെ ബോഡി നായകനർ ആ ഭാഗത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ 4 റൂട്ടുകൾ വരുന്നുള്ളത്. ഞാൻ പ്ലാറ്റ്ഫോം 2ൻ്റെ ഇവിടെ മുമ്പിൽ നെയിം ബോർഡിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവർ തേപ്പാൻ തന്നെ. ഇവിടെ നെയിം ബോർഡില്ല അപ്പോഴേക്ക്, ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമിലുണ്ട്. ഇപ്പോൾ 1-ൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വരണം. ഇപ്പോൾ ഞാൻ സ്റ്റേഷന് മുമ്പിലോട്ട് വന്നതാണ്. ഇപ്പോൾ നെയിം ബോർഡിൻ്റെ അവിടത്തേക്ക് പോകുമ്പോൾ ഇതൊന്ന് കാണിച്ചതാന്ന് പറഞ്ഞ് വിചാരിച്ച്. കണ്ടായി ലെഫ്റ്റിൽ പോകുന്ന ഒരു ലൈൻ കണ്ട, അതാണ് രാമനാഥപുരം. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ പോകുന്ന ലൈന്. പിന്നെ ഇപ്പുറത്തെ കാണുന്നതാണ് ബോഡി. അത് നമുക്ക് ട്രെയിനിന് പോകുമ്പോൾ ഡിപ്പാർട്ട് ചെയ്ത് പോകുമ്പോൾ കാണിക്കാം. മധുരൈ ജംഗ്ഷൻ, ഈ ഒരു നെയിം ബോർഡിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടത്തേക്ക് വന്നതാണ്. അപ്പോൾ നമ്മളെ പ്ലാറ്റ്ഫോം 2-ൽ നമ്മൾ വണ്ടിക്ക് വരാനുള്ള തിരക്ക് നോക്കിക്കോടെ. സൂം ചെയ്ത് കാണിച്ചു തരാം. നല്ല തിരക്കുണ്ട് കേട്ടോ. സ്ലീപ്പറൊക്കെ ജനറൽ പോലെ ആവുമെന്നറിയില്ല. സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. S5-ലാണ് സീറ്റ്. ട്രെയിൻ വരാനേ എന്നെ ഒരു 5 മിനിറ്റേ ഉള്ളൂ. നമുക്ക് പോയി പോവാം. അവിടത്തേക്ക് പോയി പോവാം. ഗോൾഡൻ റോക്കിൻ്റെ WDP 4D ബ്ലൂ ലിവറിയിലുള്ളത്. അപ്പുറയിലുള്ളത് ഗ്രീൻ ലിവറി അല്ല, അതല്ല ഗ്രീൻ അല്ല, അങ്ങ് അവിടെ കാണുന്നത്. ഇത് ബ്ലൂ ലിവറി. എത്ര കാലമായി ഇതിനെ കണ്ടിട്ട്. പണ്ട് എഗ്മോറിൻ്റെ സ്ഥിരം ലോക്കായിരുന്നു ഇങ്ങനത്തെ ബ്ലൂ WDP 4D ഗോൾഡൻ റോക്കോ ഈറോട്ടോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടാവും. എഗ്മോറിന് അധികം ഉണ്ടാവില്ല, ഗോൾഡൻ റോക്കിൻ്റെ തന്നെയാണ്. എഗ്മോറിന് ഉദ്ദേശിച്ചത് മറ്റേ മംഗളൂരു സെൻറ്ററിൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഇല്ലേ, ആ വണ്ടിയാണ് കേട്ടോ. യാത്ര ചെയ്തിട്ടുണ്ടാവും ഞാൻ. അതിന് ലിങ്കാടി സൂചന കൊടുക്കാം. പ്ലാറ്റ്ഫോം 3-4 ആണ് ഈ കാണുന്നത്. അവിടെ അറ്റത്ത് 4-ലുള്ളത് പുനലൂർ മധുര എക്സ്പ്രസ്. ഞാൻ ആ വണ്ടിക്കാണ് ഇവിടത്തേക്ക് വന്നത്. പിന്നെ ഒരു വണ്ടി പ്ലാറ്റ്ഫോം 3-ലേക്ക് ഷണ്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പുറത്തെ ഒരു EMD ഒച്ചപ്പാടും വേളാക്കിയിരിക്കുന്നു.
ഫുൾ ആക്സിലേറ്റർ മോഡിലാണ് പുള്ളി. കുറേ സമയമായിട്ട് അങ്ങനെ നിൽക്കുന്നത്. പുള്ളി റെയിൽ ഫാനിങ് ലോക്കോ പൈലറ്റ് റെയിൽ ഫാനാണെന്ന് തോന്നുന്നു. നമ്മളെ വണ്ടി വരുന്നുണ്ട്, തിരക്കിൻ്റെ ഇടയിലൊന്നും തിരക്കാണൊന്നും കാണുന്നില്ല. ഇതൊന്നല്ല തിരക്ക്, എൻ്റെ പുറകിലാണ് തിരക്കുള്ളത്, ജനറൽ കാറിൻ്റെ തിരക്ക്. ഒരു വാപ്പ് 4 ആണ് കേട്ടോ ലോക്കോമോട്ടീവ് വരുന്നത്. അരക്കോണ ഷെഡിൻ്റെ ആണ്. ഇവിടുത്തെ ഇറക്കണ്ട ജനലത്തെ. അവിടെ ഇടിയായി, തിരക്കായി, എല്ലാവർക്കായി. ട്രെയിൻ ഡിപ്പാർട്ടിയതിനു ശേഷം കയറാന്ന് വിചാരിച്ചു. ഡിപ്പാർട്ടിയ ശേഷം അല്ല, എല്ലാം എത്തിയതിനു ശേഷം കയറാൻ വിചാരിച്ചു. സ്ലീപ്പറിൻ്റെ അടക്കം എല്ലാ ആൾക്കാർ കയറാനുണ്ട്. 5:54, 10 മിനിറ്റ് ഡിലേ ആയിട്ട് ട്രെയിൻ എടുത്തു. അപ്പുറത്തുള്ളത് മധുരൈ പുനലൂർ, നേരത്തെ പറഞ്ഞ വണ്ടിയാണ്. മധുരൈ ജംഗ്ഷൻ. അപ്പം EMD ലോക്കോമോട്ടീവ്സിനോടൊക്കെ ബൈ പറയുകയാണ്. അതിന് ഇവരൊക്കെ ഏത് കാലത്ത് കാണുമെന്ന് ആർക്കറിയാം. കാരണം കേരളം 100% ഇലക്ട്രിഫൈഡായി. തമിഴ്നാടും ഏകദേശമായി. കർണാടക ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലും പിന്നെ മറ്റിവിടെ ഹൈദരാബാദ്, മറ്റേ തെലുങ്കാന, ആന്ധ്രയിലും കുറച്ചാവാനുണ്ട്. പിന്നെ രാജസ്ഥാൻ ഭാഗത്ത് അങ്ങനെ കുറച്ചിടത്തേലും. അതും കൂടി കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ തന്നെ 100% ഇലക്ട്രിഫൈഡാണ്. ഇപ്പോൾ 93% ഇലക്ട്രിഫൈഡാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ നീളം കഴിഞ്ഞിട്ടില്ല കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 7. ബൈ മധുരൈ. നമ്മളെ വണ്ടി ഇതാ അങ്ങനെ പോവുകയാണ്. ഇതാ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മധുരൈ ബോഡി ലൈന്. ഇനി മധുരൈ രാമനാഥപുരം ലൈൻ കാണുന്നുണ്ട്. അത് അവിടെയാണ്, അത് കഴിഞ്ഞു. അത് കുറച്ച് നേരത്തെ ഡൈവേർട്ട് ചെയ്ത് പോയി. അവിടെ ഇലക്ട്രിക് പോസ്റ്റ് കണ്ട. ഇവിടുത്തെ കച്ചറകൾ നോക്കി ഞങ്ങൾ. ഞാൻ ആ ഭാഗത്ത് നിന്ന് വരുമ്പോൾ മധുരൈ രാമനാഥപുരം ഭാഗത്ത് നിന്ന് വരുമ്പോൾ അപ്പുറം സൈഡ് ഫുള്ളും കച്ചറയാണ്. എന്തോ മുനിസിപ്പാലിറ്റി ഡബ്ബ പോലെ ഫുള്ളും. ആരെങ്കിലും 1-2 പേര് കൊണ്ടിട്ടാൽ പിന്നെ അതിൻ്റെ മീത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ കൊണ്ടിട്ടോടുക്കും. നല്ല അടിപൊളി ഗ്രൗണ്ട്. നമുക്ക് നമ്മളെ സീറ്റിലേക്ക് പോയിരിക്കാം.
ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തോടെ ഏതോ ട്രെയിൻ പോകുന്നുണ്ട്. തിരുമംഗലം പ്ലാറ്റ്ഫോം ഈ ഒരു ഭാഗത്താണുള്ളത്. എന്തിനാ ഇപ്പോൾ നിർത്തിയിട്ട്? ഡിലേ ഉണ്ടായതുകൊണ്ട് നല്ല ഓടിട്ട് വരുന്നുണ്ട്. അതിന് ഇത് സിംഗിൾ ട്രാക്കാണോ? ഞാൻ ആദ്യമായിട്ടാണ് ഇതോ യാത്ര ചെയ്യുന്നത്. ഈ റൂട്ടിലെല്ലാം ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഓവർടേക്കും അല്ല, ക്രോസിങ്ങും അല്ല, വെറുതെ നിർത്തിയിട്ടത്. ഇത് ഡബിൾ തന്നെയാണ്. മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല മഴ വരുന്നുണ്ട്. ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് കയറി വയ്ക്കിയതാണ്. കുഴപ്പമൊന്നുമില്ല. ഇവിടെ മറ്റേ വെള്ളമൊന്നും വീണെടുപ്പൊന്നുമില്ല. നല്ല ബാത്റൂം തന്നെയാണ്. പിന്നെ മിറർ, പിന്നെ എല്ലാ ഇന്ത്യൻ റെയിൽവേ എല്ലാ ബാത്റൂമിലുള്ള മിററിങ് തന്നെ. എനിക്ക് ഫുള്ള് എന്തെല്ലോ ചടങ്ങുന്നത്, അതൊന്നും ഇവർ കഴുകുക പോലും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ കോച്ച് ലേഔട്ട് പറയുകയാണെങ്കിൽ ഇതിന് 11 സ്ലീപ്പർ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ 2 തേർഡ് എ സി ഉണ്ട്, ഒരു സെക്കൻഡ് എ സി, ഫസ്റ്റ് എ സി ഇല്ല, ഒരു സെക്കൻഡ് എ സി, 4 അൺറിസർവ്ഡ് കോച്ചസ്, അതുപോലെ തന്നെ 3 സെക്കൻഡ് സിറ്റിംഗ് കോച്ചസ് ഉണ്ട്. മറ്റേ D1, D2, D3 അതുപോലെ ആ കോച്ചസ് അല്ലേ അതും. മഴ വരുന്നുണ്ട്. ട്രെയിൻ വിരുദുനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടാണ്. വിരുദുനഗർ ജംഗ്ഷൻ സ്റ്റേഷൻ കോഡ് വരുന്നത് VPT. ഇതെവിടെ ഉണ്ട്? 6:38 എത്തിയത്, 6:32 എത്തേണ്ടത്. ഇനി പറയുന്നത് അപ്പോൾ നമ്മൾ എടുക്കും 2 മിനിറ്റാണ് ഇവിടെ ആൾട്ട്. വിരുദുനഗർ ജംഗ്ഷന് തെങ്കാശിയിലേക്കുള്ള ലൈൻ പോകുന്നുണ്ട്, അതറിയോ? ഇവിടുന്ന് പോകുന്ന ലൈനുകൾ ഏതൊക്കെയെന്ന് പറയാം. ഒന്ന് തെങ്കാശിയിലേക്ക്, പിന്നെ ഒന്ന് മനമധുരൈ ജംഗ്ഷനിലേക്ക്. അത് ഇവിടുന്ന് ലോക്കോ റിവേഴ്സ് അടിച്ച് പോകണം. പിന്നെ ഇവിടുന്ന് നമ്മൾക്ക് പോകുന്ന വാഞ്ചമണിയാച്ചി തിരുനെൽവേലി ലൈന്, പിന്നെ പറഞ്ഞ തെങ്കാശി ലൈൻ. ഇങ്ങനെയാണ് ഇവിടെ ജംഗ്ഷൻ വരാനുള്ള കാരണം. ശരിക്കും വിരുദുനഗറിൽ നിന്ന് ജംഗ്ഷനിലേക്ക് തെങ്കാശിയിലേക്ക് പോകുന്നത് കുറച്ച് ലോങ് ഉണ്ട്, 122 കിലോമീറ്റർ. തിരുനെൽവേലിയിലും തെങ്കാശിയിലേക്ക് ലൈനുണ്ട്, അത് 77 കിലോമീറ്ററിലും. ഇത് വിരുദുനഗറിലുള്ളത് ശിവകാശി വഴി തെങ്കാശിയിലേക്ക് പോകുന്നതാണ് കേട്ടോ. തിരുനെൽവേലി തെങ്കാശിയിലേക്കുള്ളത് വേറെ ലൈനാണ്. തെങ്കാശി, തിരുനെൽവേലി, വാഞ്ചമണിയാച്ചി, വിരുദുനഗർ അങ്ങനെ വരികയാണെങ്കിൽ 185 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പോഴത്തെ അറ്റം. നമുക്ക് സ്റ്റാർട്ടർ ഓൾറെഡി ഗ്രീനായി കഴിഞ്ഞു. ഇവിടുന്ന് എടുത്തു. പിന്നെ അടുത്തത് വാഞ്ചമണിയാച്ചി ജംഗ്ഷനാണ്. സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ ഈ വണ്ടീനൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം. 2 തവണ ബുക്ക് ചെയ്തതും 2 തവണയും മിഡിൽ. നമ്മൾ ഒരു കൊല്ലം യാത്ര ചെയ്തതും മിഡിലായിരുന്നു. ഇപ്പോൾ മിഡിൽ പൊക്കിയിട്ട് അതിൻ്റെ ചാനലിലൂടെയാണ് വീഡിയോ എടുക്കുന്നത്. രണ്ട് ലോവറിലുള്ളവർക്ക് അവിടെ കടക്കണം എന്ന് പറഞ്ഞു. നിയമപ്രകാരം നമുക്ക് അവിടെ 10 വരെ ഇരിക്കാം, പക്ഷെ ഞാനെ കൂറ്റാക്കാൻ തോന്നില്ല. കുഴപ്പമില്ല, കടന്നോട്ട്. മഴയൊക്കെ ഉണ്ട്, അതാ മീനൊക്കെ വരുന്നതാ. അടുത്തത് വാഞ്ചമണിയാച്ചി ജംഗ്ഷനാണ്. അത് കഴിഞ്ഞാൽ തിരുനെൽവേലി, നാഗർകോവിൽ ടൗൺ, അങ്ങനെ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകും. പണ്ട് ഇതിന് ജംഗ്ഷനിൽ, നാഗർകോവിൽ ജംഗ്ഷനിൽ പോയിട്ട് ലോക്കോ റിവേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ എല്ലാം എടുത്ത് കളഞ്ഞ് മാറ്റാർ. നമ്മളിപ്പോൾ ഉള്ളത് മധുര ഡിവിഷനിലാണ് കേട്ടോ. ഇവിടുന്ന് തിരുനെൽവേലി വരെ മധുര ഡിവിഷനാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം ഡിവിഷനാവും. ട്രെയിൻസ് ടൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പുറത്തേതോ ഒരു പുതിയ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ഇവിടുത്തെ ഏതോ ഒരു വണ്ടിക്ക് അലോട്ട് ചെയ്ത സാധനമാണ് തോന്നുന്നു. Departing from Settur.
ഓ മൈ ഗോഡ്, മിന്നറിയുന്നുണ്ട്. നീ കാറ്റിന് കിടന്നു കിടക്കുന്ന കോവിൽപ്പട്ടി റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ ഇവിടെ എത്തി. 10 മിനിറ്റ് ഡിലേ ആണ് ട്രെയിൻ. ഇപ്പോൾ ഇവിടെ ഒന്നും നേരെ ചിത്രീകരിക്കാനേ പറ്റുന്നില്ല. ഇവിടുന്ന് എടുത്തു. ഡോറിൻ്റെ അവിടത്തേക്ക് പോകാത്തത് മഴ ആയതുകൊണ്ടാണ്. പിന്നെ അതിലിവിടെ കയറിയിരിക്കണം. ട്രെയിൻ വാഞ്ചി മഞ്ഞാച്ചി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ചെറിയൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ നാട്ടിൽ കായംകുളമൊക്കെ ഉള്ള പോലെ അങ്ങനെ അധികം ട്രെയിനുകൾക്കൊന്നും ഇവിടെ സ്റ്റോപ്പില്ല. വാഞ്ചി മണിയാച്ചി. ഓ, വാഞ്ചി മണിയാച്ചി എന്നാണ് കേട്ടോ, മഞ്ചാച്ചി അല്ല, വാഞ്ചി മണിയാച്ചി. രണ്ട് സൈഡും പ്ലാറ്റ്ഫോം. എവിടെയുണ്ട് പ്ലാറ്റ്ഫോം. വാഞ്ചി മണിയാച്ചി ജംഗ്ഷനിൽ ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു. ഇവിടുന്ന് നമ്മൾ പോകുന്ന തിരുനെൽവേലി ലൈന്, പിന്നെ അതുപോലെ തന്നെ തൂത്തുക്കുടിയിലേക്കും ഒരു ലൈൻ പോകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വന്ന വിരുദുനഗർ ലൈനും. ഇപ്പോൾ തൂത്തുക്കുടിയിലേക്കുള്ള ഡൈവേർഷൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ, വാഞ്ചി മണിയാച്ചി. ഇവിടെ പഴയ സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പം എത്തും. അതായത് തന്നെ ഇത് കുറച്ചു മുമ്പ് വരെ ഇതൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു, ഫുൾ അടിച്ചിട്ട്. പഴയ കാലത്ത് കണ്ട ആ ബിൽഡിങ് കണ്ട. ഇപ്പം അടുത്തത് തിരുനെൽവേലി. 8:35 കുറച്ചധികം ഓടാനുണ്ട് തിരുനെൽവേലിയിലേക്ക്. ട്രെയിൻ ഇപ്പോൾ തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 8:35 40 എടുക്കേണ്ട വണ്ടിയാണ്. 8:42 ഇനി 5 മിനിറ്റ് ഹാൾട്ട് ചെയ്തിട്ടേ ഇവിടുന്ന് എടുക്കുള്ളൂ ട്രെയിന്. ഇവിടുന്ന് പോകുന്ന ലൈനുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇവിടുന്ന് തിരുച്ചെന്തൂരിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് തെങ്കാശിയിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന നാഗർകോവിൽ ട്രിവാൻഡ്രം ലൈന്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വന്ന വാഞ്ചി മണിയാച്ചി ആ ലൈന്. ശരിക്കും ഇവിടുന്നും തെങ്കാശിയിലേക്ക് ലൈൻ അറിയുമ്പോൾ എന്താ പോലെ ശരിക്കും ഈ തമിഴ്നാട് റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന നടക്കുന്നില്ല, വലിയൊരു സംഭവമാണ്. തമിഴ്നാട്ടിൽ ആകെ മൊത്തം 38 ജില്ലയുണ്ട്. അതിൽ പകുതി റെയിൽവേ സ്റ്റേഷനും ജില്ലയുടെ തലയെടുപ്പുള്ള റെയിൽവേ സ്റ്റേഷന് വരുന്നത് ജംഗ്ഷൻ കാറ്റഗറിയാണ്. ജംഗ്ഷൻ കാറ്റഗറി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒന്നിൽ കൂടുതലോ 2 അതിൽ കൂടുതലോ ലൈനുള്ള സ്ഥലങ്ങളെയാണ് ജംഗ്ഷൻ നമ്മൾ പറയലേ റെയിൽവേയിൽ എവിടെയായാലും. അപ്പോൾ അത്രയും ജംഗ്ഷൻ വരുന്നുണ്ട്. കുറേ ഉണ്ട്. തിരുച്ചിറപ്പള്ളി, ഡിണ്ടിഗൽ, മധുരൈ, ഇത് തിരുനെൽവേലി. പിന്നെ ജംഗ്ഷൻ അല്ലാതെയും കുറേ ഉണ്ട്. വാഞ്ചി മണിയാച്ചി, മധുരൈ അല്ല, ജില്ലേൻ്റെ തലപ്പത്തല്ലാതെയും കുറേ ഉണ്ട്. വാഞ്ചി മണിയാച്ചി, മധുരൈ, കാരക്കുടി, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം വലിയൊരു റെയിൽവേ നെറ്റ്വർക്ക് തന്നെയാണ് തമിഴ്നാട്. അപ്പോൾ നമ്മളെ കേരളത്തിലാണെങ്കിൽ 14 ജില്ല, അതിലാകെ 5 ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. അതിൽ 3 ജില്ലയുടെ തലയെടുപ്പുള്ളത്, പാലക്കാടും കൊല്ലവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എറണാകുളം. മറ്റേത് പിന്നെ ഷൊർണൂറും കായംകുളവും. ഇപ്പുറത്ത് ഏതോ ഒരു വണ്ടിയുടെ MT റേക്ക് കിടപ്പുണ്ട്. കുറേ അടുത്ത് പോകുന്ന ഒരു ലോക്കൽ ട്രെയിനാണിത്. ഇപ്പം ഞാൻ മറ്റേ തമിഴ്നാട് റെയിൽവേ നെറ്റ്വർക്കിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുനെൽവേലിയിലേക്ക് നമുക്ക് വരാൻ പറ്റിയ ലൈനുകൾ. ഇവിടുന്ന് നമുക്ക് ട്രിവാൻഡ്രം നാഗർകോവിൽ വഴി തിരുനെൽവേലിയിലേക്ക് വരാം.
പാലക്കാടുള്ളവർക്ക് പളനി വഴി തിരുനെൽവേലി കയറാം, കൊല്ലത്തുള്ളവർക്ക് തെങ്കാശി വഴി തിരുനെൽവേലി കയറാം. പിന്നെ നമുക്ക് മലബാറിലുള്ളവർക്ക് ഷൊർണൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡല്ല ഡിണ്ടിഗൽ ആ വഴി തിരുനെൽവേലിയിലേക്കും വരാം. അപ്പം കേരളത്തിന് 4 വ്യത്യസ്ത ലൈനുണ്ട്. അപ്പം തിരിച്ചൊക്കെ തമിഴ്നാട് റെയിൽവേയുടെ ആ ഒരു ലെങ്ത്ത്. തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 1 നമ്മൾ വന്നത്. TEN അതാണ് ഈ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത്. ഇവിടെ കിടിലൻ ഹൽവ കിട്ടും. ഇപ്പോൾ കാണുന്നേ ഇല്ല, അല്ലെങ്കിൽ എപ്പോഴും പോകും. ട്രെയിനിൽ എത്തുമ്പോൾ ഹലുവ 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 എന്നോട് പോകും. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം തമിഴ്നാട്ടിലേക്ക് വന്നത് ഇവിടെയാണ് കേട്ടോ, തിരുനെൽവേലി. അതാ ഹൽവ തീ പറഞ്ഞതേ ഉള്ളൂ. അത് ബാക്കിൽ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് തെങ്കാശി ലൈന് റൈറ്റിലേക്ക് പോകും. റൈറ്റ് ലൈൻ ഇപ്പുറം, തിരുച്ചെന്തൂർ ലെഫ്റ്റിൽ, നേരെ പോയ നാഗർകോവിൽ. ടൗണ് കഴിഞ്ഞു. ട്രെയിൻ ഇപ്പോൾ വള്ളിയൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തു. ട്രെയിനിൽ ഓൾമോസ്റ്റ് എല്ലാവരും കിടന്നുറങ്ങിയിട്ട് സമയം 9:30. ലൈറ്റൊക്കെ ഫുൾ ഓഫ് ചെയ്തിട്ടു. പിന്നെ ഞാനിപ്പോൾ ഉറങ്ങുന്നില്ല, 12:20 നമ്മൾ എത്തുമല്ലോ. ഉറക്കെഴുതുന്നുണ്ട് ഇറങ്ങനെ, ജസ്റ്റ് ഒന്ന് കിടക്കണം ഇപ്പം. വലിയൂർ നമ്മളെ S5 വേറെ തന്നെ ഒരു ലിവറി അടിച്ച കോച്ചാണ്. ഒരു എന്തോ നീല സൂപ്പർ സ്റ്റോർ, ശ്രാവണ സ്റ്റോഴ്സ്, എന്തോ ഷോപ്പിങ്ങിന് എന്തോ എന്താ ഇവിടെ ഉണ്ട്. തിരുനെൽവേലി ഈ ഭാഗത്ത് ഇഷ്ടം പോലെ വൈൻഡ് മിൽസ് ഉണ്ട്, മറ്റേ കാറ്റാടി. ട്രെയിനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അരൽവഴിമൊഴി, ഇവിടെ നെയിം ബോർഡ് ഇവിടെ ഉണ്ട്. അരൽവഴിമൊഴി സ്റ്റാർട്ടറെല്ലാം ഓൾറെഡി ഗ്രീനായിട്ട് തന്നെ കിടക്കുകയാണ്. ഗാർഡ് വിസൽ ഓടിച്ചു തന്നു, പിന്നെ കയറിയേക്കാം. മൊത്തം ഗ്രീനാണ്.
പത്ത് 35 നാഗർകോവിൽ ടൗണിലേക്ക് എത്തിയത്. അടുത്ത സ്റ്റോപ്പ് അവിടെ തന്നെയാണ്. നെയിം ബോർഡ് വരാൻ കാത്തുന്നു. ഇവിടെ നെയിം ബോർഡ് ഇട്ടിട്ട് മണ്ണാങ്കട്ടയില്ലല്ലോ. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് 300 കിലോമീറ്റർ യാത്ര ചെയ്ത് കേരളത്തിൻ്റെ ക്യാപിറ്റലായ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ ട്രെയിൻ പോകുന്നുള്ളത്. ചെറുതായിട്ടൊന്ന് ഉറങ്ങായിരുന്നു. ഉറക്കിൻ്റെ ചെറിയ ശീലമുണ്ട്. ശബ്ദത്തിലൊക്കെ മാറ്റം ഉണ്ടാവും. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഞാൻ പോയിട്ട് ഇറങ്ങട്ടെ. ട്രിവാൻഡ്രത്ത് വന്നിറങ്ങി. ഇതാണ് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. മെയിൻ ഭാഗമൊക്കെ വരുന്നത് ഇവിടെയാണ്. പിന്നെ ഇവിടെയുണ്ട് വെളിങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ എന്നൊക്കെ. പിന്നെ അവിടെ പച്ച, ഇവിടെ ചുവപ്പ്, ഇവിടെ നീല. ഐ ലവ് TVM, ഐ ലവ് ട്രിവാൻഡ്രം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച എങ്ങനെയാണ്? ലൈറ്റൊന്നും ആകിയിട്ടില്ല. ഇവിടെ നമുക്കൊന്നും കൂടി സ്റ്റേഷൻ്റെ ബിൽഡിങ് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ നല്ല നീണ്ട് നിവർന്ന് കിടക്കുന്ന സ്റ്റേഷൻ. ഇവിടെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് പച്ച കളറിലും ഇംഗ്ലീഷിൽ ചുവപ്പും അതുപോലെ തന്നെ മലയാളത്തിൽ നീല കളറുമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാമ്പോൾ നിങ്ങൾ പരശുരാം എക്സ്പ്രസിൻ്റെ വീഡിയോ ആയിരിക്കും. ഇവിടുന്ന് കാനങ്ങാടിലേക്കുള്ള വീഡിയോ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.